പീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുമേയിലെത്തണേ. സ്ഥേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞ മലർമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമീ കോമള പ്രഭ തിളങ്ങണേ വിഭോ. മാറ്റി നിൻമുഖരസം മറച്ചിതിൽ പോറ്റി പുൽകരുതു ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെഴും കാറ്റിലാടരുതിതിൻ ശിഖാഞ്ചലം ചീർത്തിതിന്നൊളി തെളിഞ്ഞു പൊങ്ങി നെയ്വാർത്തിടായിലുമെരിഞ്ഞുമേൽക്കുമേൽ നേർത്തദീശമിഴിയഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപു നിഴൽ നീങ്ങി നിൽക്കണേ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദയ്ക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനം. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഗുരുജ്ഞാന സരണി അതായത് ഗുരുവിൻ്റെ അദ്വൈത ദർശനങ്ങളെ ഓരോ കുടുംബത്തിലേക്കും എത്തിക്കുന്നതിന് എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ശാഖ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗുരുജ്ഞാന സരണിയുടെ 2ാം ദിനം. ഇന്നത്തെ ഈ സദസ്സിന് അധ്യക്ഷത വഹിക്കുന്ന വനിതാ സംഘം പ്രസിഡന്റ് ശ്രീമതി മഞ്ജു മഹേഷിനെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ED പ്രകാശൻ അവരുകളെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുരുദേവ അനുഗ്രഹത്താൽ സംപൂജിയായ സ്വാമിനി നിത്യജിന്മയാണെന്ന് നമുക്ക് മുഖ്യപ്രഭാഷണത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാമിനിയെയും
ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടിയും ആദരവോടുകൂടിയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പഠന മികവിന് ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന ഐശ്വര്യ PR, ഇന്ദു രാമചന്ദ്രൻ, നന്ദന സജി എന്നിവരെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശാഖ പ്രസിഡന്റ് AR മോഹൻ അവர்களെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശാഖ സെക്രട്ടറി ശ്രീ ബിജീഷ് അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബാക്കി ശാഖ ഭരണസമിതി എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വനിതാ സംഘം കമ്മിറ്റി അംഗങ്ങളെയും എല്ലാ കുടുംബ യൂണിറ്റ് കൺവീനർ, ജോയിന്റ് കൺവീനർ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഈ അദ്വൈത ദർശനത്തെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും എത്തിയിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട KRNS യൂണിയൻ പ്രസിഡന്റ് ശ്രീ ED പ്രകാശൻ അവർകൾ, ഇന്നത്തെ മുഖ്യപ്രഭാഷണം നയിക്കുന്ന ഏറ്റവും ആദരണീയയായ സ്വാമി നിത്യചന്മയി, ഇന്നത്തെ ഈ പ്രഭാഷണത്തിന് സ്വാഗതം അർപ്പിച്ച ശ്രീമതി ദീപ ബാബു, പഠന മികവിനായി ഇവിടെ ആദരിക്കപ്പെടുന്ന ഐശ്വര്യ PR, ഇന്ദു രാമചന്ദ്രൻ, നന്ദന സജി, സ്നേഹപ്രഭാഷണം നടത്തുന്ന ശ്രീമതി ഉഷ മോഹനൻ, ജിഷ കാർത്തികേയൻ, കുഞ്ഞിപ്പെണ്ണു ശ്രീ കൃഷ്ണൻകുട്ടി, മായരാജൻ, മഞ്ജു വിനോദ്, മറ്റ് ശാഖ ഭാരവാഹികളെ, വനിതാ സംഘം പ്രവർത്തകരെ, കുടുംബ യൂണിറ്റ് കൺവീനർമാർ, ജോയിൻറ്റ് കൺവീനർമാർ, മറ്റ് ആദരണീയരെ, നമ്മുടെ ശാഖയുടെ നേതൃത്വത്തിൽ രണ്ടാമത്തെ തവണയാണ് ഗുരുജ്ഞാന സരണി എന്ന് പറയുന്ന ഈ മഹത് കർമ്മം എന്നിവിടെ കൊണ്ടാടുന്നത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവൻ അപരൻ്റെ സുഖത്തിനായി വരേണം എന്ന് നമ്മളോട് ഓരോരുത്തരോടും ഉദ്ഘോഷിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖ്യ സന്ദേശങ്ങൾ ദർശനവും അടങ്ങിയ ഈ പുണ്യഭൂമിയിൽ ഇന്നിവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഈ ഗുരുജ്ഞാന സരണിയുടെ ഏറ്റവും മൂല്യം നിറഞ്ഞ നിമിഷങ്ങളുണ്ടാവട്ടെ എന്ന് മനസ്സിൽ തട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭഗവാന്റെ ദർശനങ്ങൾ ഏറെ പ്രായോഗികം ഉള്ളത് തന്നെയാണ്. ഏതൊരു സ്ഥലത്ത് നോക്കിയാലും അവിടെ ഭഗവാന്റെ ആ ഒരു ദർശനം നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഓരോ യജ്ഞങ്ങൾ കൊണ്ട് നമ്മൾ അതൊരു വെറും ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് അവിടുന്ന് കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിലെ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനത്തെ നിറയ്ക്കുക. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിന് വിദ്വേഷം മാറ്റി മറ്റുള്ള നമ്മുടെ കൂടെയുള്ളവരോട് നമ്മുടെ മനുഷ്യരാണ്, അല്ലെ നമ്മുടെ കൂടെ നിർത്തേണ്ടവരാണ് എന്നുള്ള ആ ഒരു കരുതലോടുകൂടെ നമുക്ക് പ്രവർത്തിക്കുവാൻ ഈ ഓരോ യജ്ഞങ്ങൾ കൊണ്ടും നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ. ഇന്നെല്ലാവരും വളരെ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ അല്ലെ നമുക്ക് ഏറ്റവും പരിചയമായ നമ്മുടെ സ്വാമിനിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാമിനിയുടെ കയ്യിൽ നിന്ന് ധാരാളം അറിവുകൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മളുടെ ഈ യജ്ഞശാലയിൽ നമുക്ക് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. എല്ലാവരും സ്വാമിനിയുടെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ആ ഒരു സമയം ഞാൻ എൻ്റെ ഒരു അധ്യക്ഷ പ്രസംഗം വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കാഞ്ഞിരമറ്റം ആമ്പല്ലൂർ ശാഖ സംഘടിപ്പിച്ചിരിക്കുന്ന
രണ്ടാമത് ഗുരുജ്ഞാന സരണിയുടെ രണ്ടാം ദിവസമായി ഇന്ന് ഇവിടെ നടക്കുന്ന ശ്രീനാരായണ ധർമ്മ വിചാരം, അതിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഏറെ ആദരണീയയായ സ്വാമിനി നിത്യ ചിന്മയി അവർകൾ, യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മഞ്ജു മഹേഷ് അവർകൾ, സ്വാഗതം ആശംസിച്ച വനിതാ സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി ദീപ ബാബു, ഇവിടെ ഭദ്രദീപ പ്രകാശനം നടത്തിയ ഏറെ പ്രിയങ്കരിയായ ശ്രീമതി മീര വിജയൻ, ഈ ശാഖായോഗത്തിൻ്റെ ഏറെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ മോഹൻ അവർകൾ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ പി എ മനോഹരൻ അവർകൾ, ഈ ശാഖായോഗത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ കെ പി ബിജീഷ് അടക്കം ഈ വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യരായ വനിതാ സംഘത്തിൻ്റെയും കുടുംബയോഗത്തിൻ്റെയും നേതാക്കന്മാർ, വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകർ, കുടുംബ യൂണിറ്റിൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകർ, യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ, ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കളെ, ഞാൻ അധികം സമയമെടുക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് സ്വാമിനിയുടെ പ്രഭാഷണം കേട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു 9 മണിക്കെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ആവശ്യകതയുള്ളതെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയുന്നില്ല. SNDP യോഗം KR നാരായണ സ്മാരക തലയോലപ്പറമ്പ് യൂണിയൻ കഴിഞ്ഞ ദിവസം അതിഗംഭീരമായി 2500 പേര് രാവിലെ മുതൽ, സ്വാമി പ്രബോധതീർത്ഥ സ്വാമികൾ എന്നോട് പറഞ്ഞത്, കേരളത്തിൽ നടന്ന ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞങ്ങളിൽ തലയോലപ്പറമ്പ് യൂണിയൻ്റെ ധർമ്മവിചാര യജ്ഞം വേറിട്ട് നിന്നത്, രാവിലെ അവിടെ പങ്കെടുക്കുന്ന 8 മണി 9 മണിയോടുകൂടി അവിടെ ഹാജരാകുന്ന 2500 പേരും വൈകുന്നേരം 6 മണിയോടുകൂടി മാത്രം പിരിയുന്ന തരത്തിൽ പൂർണ്ണ സമയം 2500 പേരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന വളരെ പ്രഗത്ഭമായൊരു സദസ്സിനാണ് ഇവിടെ സ്വാമിക്ക് കിട്ടിയത്. അത് കേരളത്തിൽ മറ്റെങ്ങും കാണാത്തൊരു പ്രത്യേകതയായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ പങ്കെടുത്ത ഈ ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞം തലയോലപ്പറമ്പ് യൂണിയൻ നടത്തിയത് വിജയിപ്പിച്ച ഈ കാഞ്ഞിരമറ്റം മാമ്പല്ലൂർ ശാഖയിലെ എല്ലാ നല്ലവരായ ആളുകൾക്കും ഭരണസമിതി അംഗങ്ങൾക്കും യൂണിയൻ്റെ പേരിൽ ആദ്യമായി കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. വളരെ വലിയ ചെലവ് വന്ന വലിയ ബൃഹത്തായ പദ്ധതിയായിരുന്നു. അവിടെ ഏറ്റവും കളർഫുള്ളായി നിന്നത് അവിടെ നടത്തിയ പ്രഭാഷണങ്ങൾ. ഞാൻ ഈ പ്രഭാഷണങ്ങൾ ഈ തിരക്കിനിടയിലും എല്ലാം കേൾക്കുമായിരുന്നു. കാരണം ഈ പ്രഭാഷണങ്ങൾ കേൾക്കുക എന്നത് കേട്ടൊരു ശീലമായി പോയതുകൊണ്ട് ഞാൻ അറിയാതെ എൻ്റെ ഉപബോധ മനസ്സ് ഇത് എപ്പോഴും ഒരു കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ ഫീഡ് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഫീഡ് ചെയ്തു പോകും. എന്നെ അതിൻ്റെ കഴിഞ്ഞ ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞത്തിൽ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, ഞങ്ങൾ അടുത്ത പ്രാവശ്യം നടത്തുമ്പോൾ ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കുക മാത്രമായിരിക്കും ധർമ്മവിചാര യജ്ഞത്തിൻ്റെ ലക്ഷ്യം. അവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും ശ്രീനാരായണ ധർമ്മത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ വിവാഹം മുതൽ, അല്ലെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മരണാനന്തര കർമ്മങ്ങൾ വരെ എങ്ങനെ നടത്തണം എന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദല എങ്ങനെ കൽപ്പിച്ചരളി ചെയ്തിട്ടുണ്ടോ അത് നമ്മുടെ മനസ്സുകളിലേക്ക് രൂഢമൂലമാക്കി അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളെ അതിനെ സ്വീകരിക്കാൻ പ്രാപ്തമാകത്തക്ക തരത്തിൽ ഇപ്പോൾ നടക്കുന്ന വിവിധങ്ങളായ തരത്തിലുള്ള ആചാരങ്ങളും അനാചാരങ്ങളുമൊക്കെ മാറ്റി ശ്രീനാരായണ ധർമ്മത്തിൽ അടിയുറച്ച് എങ്ങനെ വിശ്വസിക്കാമെന്ന് പഠിപ്പിക്കുന്ന, ശ്രീനാരായണ ധർമ്മത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞം അടുത്ത വർഷം നടത്തുവാനാണ് നമ്മൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് വളരെ ഈ കഴിഞ്ഞ ഈ ഒരു വർഷം നമ്മുടെ ഈ സീസണിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വാചകം എന്ന് പറയുന്നത്, എൻ്റെ മനസ്സിൽ ശരിക്കും മനസ്സിലങ്ങോട്ട് രൂഢമായിട്ട് എനിക്ക് ഇത്രയും ആകർഷിച്ചൊരു വാചകം എനിക്കില്ലായിരുന്നു. അതായത് സ്വാമിനി നിത്യചിന്മയി കഴിഞ്ഞ ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞത്തിൽ പറഞ്ഞു,
കേരളത്തിലും ലോകത്തിലുമൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. എൻജിനീയറിംഗ്, അതുപോലെ തന്നെ എൻജിനീയറിംഗ്, മെഡിസിൻ, അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സ്വാമിനി പറഞ്ഞൊരു വാചകം, മനുഷ്യ മനസ്സിൻ്റെ സങ്കടങ്ങളെ എങ്ങനെ പരിഹരിക്കാം, അവയെ എങ്ങനെ നേരിടാമെന്ന് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ലോകത്തിലില്ല. അത് പഠിക്കണമെങ്കിൽ ശ്രീനാരായണ ധർമ്മം മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ മനസ്സിനെ ആകർഷിച്ചത്. മനുഷ്യ മനസ്സിൻ്റെ സങ്കടങ്ങളെ ദൂരീകരിക്കുന്നതിന്, നമ്മൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന്, ഒരു ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണമെന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് അരുളി ചെയ്തു തന്ന ശ്രീനാരായണ ധർമ്മത്തിലൂന്നിയുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടി, ആ പാതയിലേക്ക് നമ്മൾ നയിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ നടക്കുന്ന എല്ലാ ശ്രീനാരായണ ജ്ഞാനസരണിയും ശ്രീനാരായണ ധർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളും സംവാദങ്ങളും സമ്മേളനങ്ങളും ഒക്കെ അതിനുള്ള വേദിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സമയം അധികം എടുക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്, സ്വാമിനിക്ക് എൻ്റെ ഹൃദയപൂർവ്വമായുള്ള ആശംസകൾ നേർന്നുകൊണ്ട്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ മൂന്നാർ പോയ വഴിക്ക് രാജാക്കാട് ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ സ്വാമിനി മൂന്നാറുകാരുടെ, അത് പ്രത്യേകിച്ചല്ല, എന്നാലും കേരളത്തിലെയും ലോകത്തിലെയും എല്ലാ ശ്രീനാരായണ ഭക്തരുടെയും ഹൃദയത്തിൽ അങ്ങനെ കുടിയേറി തിങ്ങി വിളയാടി നിൽക്കുക. ഞാൻ അവിടെ കയറി ചെന്നിട്ട് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ മാനേജറായിരിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷനുള്ള സ്ത്രീയാണ് മാനേജറായിട്ട്, അതിൻ്റെ ഉടമസ്ഥ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ തലയോലപ്പറമ്പ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ നടത്തിയ രാജാക്കാട് നടത്തിയ ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, സാറിൻ്റെ വീട് എവിടെ? തലയോലപ്പറമ്പ്. സ്വാമിനി അറിയുമോ എന്നോട് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, സ്വാമിനി എൻ്റെ യൂണിയൻ അതിർത്തിയിലാണ് സ്വാമിനിയുടെ ആശ്രമം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവരെനിക്കൊരു റിക്വസ്റ്റ് തന്നു, സ്വാമിനിയുടെ നമ്പർ ഒന്ന് കൊടുക്കണം, സ്വാമിനിയായിട്ട് സംസാരിക്കണം. അവർക്കൊരു ആത്മനിർവൃതിയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, സ്വാമിനിയോട് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ആലാപനം ചെയ്ത കാസറ്റുകൾ, അല്ലെങ്കിൽ അത് സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ടുള്ള റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ കുറേ കൃതികളെക്കുറിച്ച് എന്നോട് പറഞ്ഞു, സ്വാമിനിയോട് അതൊന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ സ്വാമിനിയെ ടെലിഫോൺ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വാക്ക് പലപ്പോഴും ഞാൻ സ്വാമിനിയോട് പറഞ്ഞതാണ്. അങ്ങനെ ഈ രാജാക്കാട് ഹൈറേഞ്ച് ഭാഗത്തുള്ള ഓരോ സ്ഥലത്ത് ചെന്നാലും സ്വാമിനി ഒരു വികാരമായി മാറിക്കഴിഞ്ഞിരിക്കും. അങ്ങനെയുള്ള സ്വാമിനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, ഇന്നലെയാണ് വെച്ചിരുന്നത്, ഇന്നലെ SNDP യോഗം പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരുടെ യോഗം ഇതേ സമയത്ത് വൈകുന്നേരം 3:30 കൊല്ലത്ത് നടക്കുന്നത് കൊണ്ട് എനിക്കിന്നലെ പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഇന്നലെ വരാതിരുന്നാൻ കഴിയാറുന്നത്. എന്തായാലും അതെനിക്ക് അതിൻ്റെ സങ്കടം മാറി. ഈ കാഞ്ഞിരമറ്റം ആമ്പല്ലൂർ ശാഖയിലെ പരിപാടികളിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് അടുത്ത ശ്രീനാരായണ ധർമ്മ ജ്ഞാനസരണി വരെ ആ സങ്കടം നിലനിൽക്കും. അത് മാറ്റുവാൻ കഴിയുന്നതിനുള്ള ആശ്വാസവും കൂടി ഇന്ന് ഈ വനിതാ സംഘം പ്രസിഡന്റ് ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് ഒഴിവ് കിട്ടി ഞാൻ ചോദിച്ച് വാങ്ങിച്ച് വന്നതാണ് ഇവിടെ. ഏതായാലും എൻ്റെ മനസ്സിൻ്റെ സങ്കടം തീർന്നു. സന്തോഷമായിട്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ശ്രീനാരായണ ഗുരുദേവ പാതാരവൃത്തങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഗുരുദേവൻ, ജയ് SNDP. നമ്മുടെ ശാഖയിലെ തന്നെ ഒരു ആത്മ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർവാധികം ഭംഗിയായി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരു നിമിഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഗുരുദേവനോട് നമുക്ക് പ്രാർത്ഥിക്കാം.